ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡിനോടുള്ള ബന്ധത്തിൽ വലിയ ചർച്ചകളും ചൂടൻ സംവാദങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. ലക്ഷ്മിയുടെ ഇന്നലത്തെ പരാമർശം, ആ പരാമർശത്തെക്കുറിച്ച് ഇപ്പോഴും വിയോജിപ്പ് തന്നെയാണ്, എതിരഭിപ്രായം തന്നെയാണ്. ലക്ഷ്മിയുമായി ലാലേട്ടൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരെ ചേർത്ത് പിടിക്കും, പക്ഷെ ഞാൻ നോർമലൈസ് ചെയ്യില്ല എന്നൊരു വാക്ക് ലക്ഷ്മി പറഞ്ഞു. ഇത് ബോധപൂർവം പറഞ്ഞതാണോ അതോ അപ്പോഴത്തെ ആ ഒരു ടെൻഷനിൽ വന്നു പോയതാണോ എന്ന് എനിക്ക് വ്യക്തമല്ല. ലക്ഷ്മിയുടെ കുട്ടി, ആ കുട്ടി ഇപ്പോൾ തീരെ മൈനറാണ്. എന്നാൽ വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ ലൈംഗികത അതൊരു ഗേ ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കും എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ചുറ്റുപാടിലുള്ള സമൂഹം നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് പോലെ ആ കുട്ടിയെ ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പകരം ആ കുട്ടിക്കെതിരെ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കണം. ആ കുട്ടി സമൂഹത്തിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന നിലവാരത്തിലേക്ക് എത്തണം. അതല്ലേ നിങ്ങൾ അർത്ഥമാക്കിയിരിക്കുന്നത്. ഇത് നോർമലൈസ് ചെയ്യുവാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിനെ സംരക്ഷിക്കും, പക്ഷെ ഒരിക്കലും സമൂഹം നിങ്ങളുടെ കുട്ടിയെ ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഈ വിഷയത്തെ നോർമലൈസ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരു സമൂഹത്തിൽ ലക്ഷ്മി എത്ര നിങ്ങളുടെ കുട്ടിയെ ചേർത്ത് പിടിച്ചാലും നിങ്ങളുടെ മകൻ മറ്റുള്ളവരുടെ ബുള്ളിയിങ്ങിന് ദിനം പ്രതി വിധേയനായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആക്രമണങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ കേസ് നോർമലൈസ് ചെയ്താൽ ബാക്കി ആരെപ്പോലെയും നിങ്ങളുടെ കുട്ടിക്കും ഈ സമൂഹത്തിൽ തലയുയർത്തി ജീവിക്കുവാൻ പറ്റും. നമ്മുടെ കുട്ടി അങ്ങനെ അല്ലാത്തത് കൊണ്ടോ നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ടോ ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയും ചൂടായിട്ട് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇറക്കി വിടുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. സൗദി അറേബ്യ എന്ന രാജ്യം, ആ രാജ്യത്ത് സ്ത്രീകൾ പർദ്ദ ധരിക്കാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊരു നിയമം അത് നൂറ്റാണ്ടുകളായി നിലനിന്നതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സൗദി അറേബ്യയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ പലതും വന്നു. അതിലൊന്നായിരുന്നു സ്ത്രീകൾക്ക് പർദ്ദ ധരിക്കാം എന്നുള്ള ഒരു പുതിയ നിയമനിർമ്മാണം. നമുക്കറിയാം, സൗദി അറേബ്യ ഒരു ജനാധിപത്യ രാഷ്ട്രമല്ല, ഏകാധിപത്യ രാഷ്ട്രമാണ്, രാജഭരണം നടക്കുന്ന രാജ്യമാണ്. എന്നിട്ട് പോലും ഇതിനെതിരായിട്ട് പല കോണുകളിൽ നിന്നും അവിടെ എതിരഭിപ്രായങ്ങൾ ഉയർന്നു. അപ്പോൾ തന്നെ അനുകൂലമായി പ്രതികരിച്ചവരായിരുന്നു ഏറ്റവും അധികം ആൾക്കാരും. പർദ്ദ ധരിക്കാതെ ഒരു സ്ത്രീ പുറത്തിറങ്ങുന്നത് മതകേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ ഒരു തരത്തിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു നിയമം വന്നപ്പോഴേക്കും അത്രയും കാലം അടിച്ചമർത്തപ്പെട്ടവരെ പോലെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാർ പെട്ടെന്ന് പർദ്ദ വലിച്ചു കീറിക്കളഞ്ഞിട്ട് ചാടി പുറത്തിറങ്ങുകയായിരുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം ആരും തന്നെ കൈക്കൊണ്ടില്ല. പുതിയ നിയമം കൊണ്ടുവന്നു 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലരെങ്കിലും പർദ്ദ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. എന്നിട്ട് പോലും പല മേഖലകളിൽ നിന്നും അതിശക്തമായ ബുള്ളിയിങ്ങുകൾ അവർക്ക് നേരെയുണ്ടായി. അവരതിന് വിധേയരായി. പക്ഷേ പഴയതുപോലെ അവർ ആക്രമിക്കപ്പെട്ടില്ല, കാരണം നിയമത്തിൻ്റെ പരിരക്ഷ അവർക്കുണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ അത് നോർമലൈസ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ സൗദി അറേബ്യയിൽ ധാരാളം സ്ത്രീകൾ പർദ്ദ ധരിക്കാതെ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു കാലത്ത് ഇങ്ങനെയൊരു മാറ്റം അവർക്ക് ഉൾക്കൊള്ളുവാനും സങ്കല്പിക്കുവാനും കഴിയുന്നതിനപ്പുറമായിരുന്നു. എന്നാൽ ഇപ്പോഴോ ആ ചിന്താഗതി അങ്ങ് മാറിയിട്ടുണ്ട്. അതൊരു മതനിയമമായിരുന്നു. എന്നാൽ അതിനെതിരായിട്ടൊരു നിയമം കൊണ്ടുവന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആ രാജ്യത്ത് ദൈവകോപമൊന്നും ഉണ്ടായില്ല. മതത്തിൻ്റെ കെട്ടുറപ്പിനെ അത് ബാധിച്ചില്ല. പകരം ആഗോളതലത്തിൽ ആ രാജ്യം കൂടുതൽ അംഗീകരിക്കപ്പെടുകയായിരുന്നു. ഏകദേശം അതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമായിട്ട് നമുക്കിതിനെയും കാണാം. ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കയറ്റുമല്ലോ എന്ന് ലാലേട്ടൻ പറയുമ്പോൾ ഈ ഒരു വിഷയം നോർമലൈസ് ചെയ്യേണ്ട ആവശ്യകതയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. കാരണം അവരും മനുഷ്യരാണ്, സാധാരണ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യർ. ആ മനുഷ്യരുടെ ജീവിത ശൈലി കാണുമ്പോൾ വരുന്ന തലമുറ അവരിലേക്ക് സ്വാധീനിക്കപ്പെടും എന്നുള്ള ഒരു വലിയ വികലമായ വാദമാണ് ഇവിടെ ലക്ഷ്മി ലാലേട്ടൻ്റെ മുൻപിലേക്ക് വെച്ചത്. ഈ ഭൂഗോളത്തിൽ ഇതുവരെ എവിടെയും ഒരു ഗേയുടെയോ അല്ലെങ്കിൽ ലെസ്ബിയൻ്റെയോ ജീവിതശൈലി കണ്ടിട്ട് അതിനാൽ സ്വാധീനിക്കപ്പെട്ട് ഒരു വ്യക്തി ആ രീതിയിലായിത്തീർന്നതിൻ്റെ ചരിത്രം എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് കമൻ്റ് എഴുതണം, അതിൻ്റെ തെളിവുകൾ നിരത്താൻ തയ്യാറാകണം. ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നൊരു സംഭവമല്ല ഇത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു പുരുഷനായിരിക്കും. നിങ്ങൾക്ക് ഒരു പുരുഷനെ പങ്കാളിയാക്കുക എന്നുള്ളത് സങ്കല്പിക്കാൻ പറ്റുമോ? അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. മറ്റുള്ളവരെ എത്ര നിർബന്ധിച്ചാലും എത്ര പ്രലോഭിപ്പിച്ചാലും നിങ്ങൾക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം നിങ്ങളുടെ ലൈംഗികതയെക്കുറിച്ചുള്ള അറിവുകളേക്കാൾ ഉപരി നിങ്ങളുടെ തലച്ചോറിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ചില സിസ്റ്റം അതിന് ഓപ്പോസിറ്റായിട്ടാണ് നിലനിൽക്കുന്നത്. നിങ്ങളൊരു സാധാരണക്കാരിയായ സ്ത്രീയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയായി മറ്റൊരു സ്ത്രീയെ ഒരിക്കലും അവിടെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് സമൂഹത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണോ? അല്ലല്ലോ. പകരം നിങ്ങളുടെ ഘടനാപരമായ സവിശേഷത അങ്ങനെയാണ്. അവിടെ നിങ്ങളുടെ പങ്കാളിയായി ഒരു പുരുഷനെ മാത്രമേ നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇവിടെയാണ് ആദിലയും നൂറയും വ്യത്യസ്തരായി മാറുന്നത്.
ആദിലയും നൂറയും മാത്രമല്ല, അവരെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഭൂമിയിൽ താമസിക്കുന്നുണ്ട്. അവര് നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ മുൻപേ ചർച്ച ചെയ്ത ഈ ഘടനാപരമായ സവിശേഷത എന്ന് പറയുന്നതിൽ കുറച്ചൊക്കെ വ്യത്യസ്തതയുള്ളവരാണ്. അതിനെ ചിലരൊക്കെ കളിയാക്കിക്കൊണ്ട് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് നാം പോകുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒരു ശിശു തൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാക്കപ്പെടുന്ന സമയത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ശാസ്ത്രലോകം പോലും അങ്ങനെയാണ് വിലയിരുത്തുന്നത്, അല്ലാതെ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസിൽ സംഭവിക്കുന്നതല്ല. വഴിപിഴച്ച ചിന്താഗതി അവരുടെ ഉള്ളിലേക്ക് വന്നു കയറിയത് കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ലത്. ഒരു വ്യക്തി ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ ആകുന്നത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ ശാസ്ത്രലോകത്തിന് പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എങ്കിലും ലൈംഗികപരമായ അഭിനിവേശം അല്ലെങ്കിൽ സെക്ഷൽ ഓറിയന്റേഷൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജനിതകപരമായതും ഹോർമോൺ സംബന്ധമായതുമായ ചില ഘടകങ്ങളുടെയും അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുടെയും സങ്കീർണമായ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് എന്ന് ഒട്ടനവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നിലവിലുള്ള ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, ജനിക്കാൻ പോകുന്ന കുട്ടി ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ ആകാനുള്ള സാധ്യത ആ കുട്ടി ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കുട്ടിയുടെ പൂർവികരിൽ കാണാറുണ്ട്. എന്നുവെച്ചാൽ ജനിതകപരമായ സ്വാധീനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെയായിത്തീരുന്നത്. ഒരു സ്ത്രീയുടെ ഗർഭാവസ്ഥയിൽ ഭ്രൂണത്തിന് ലഭിക്കുന്ന ഹോർമോണുകളുടെ അളവിൽ വരുന്ന മാറ്റങ്ങൾ അത് ജനിക്കാൻ പോകുന്ന ആ കുട്ടിയുടെ ലൈംഗികപരമായ അഭിനിവേശത്തെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ചില ഹോർമോണുകൾ സ്ത്രീകളെക്കാൾ പുരുഷന്മാരിൽ കൂടുതലാണുള്ളത്. അതുപോലെ ചില സാഹചര്യങ്ങളിൽ ഈ ഹോർമോണുകളുടെ അളവിൽ വ്യത്യാസങ്ങളും ഉണ്ടാവാം. ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായി പഠനം നടത്തിയ ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നത്, ലൈംഗികപരമായ അഭിനിവേശം ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ജന്മന ഉള്ളതാണെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തി തൻ്റെ ഭാവിയിൽ ആരെയാണ് ആകർഷിക്കുന്നത് എന്നുള്ളത് സ്വയം തീരുമാനിക്കുവാൻ കഴിയുന്നൊരു കാര്യമല്ല. പിന്നെയോ തൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടനാപരമായ ജനിതകപരമായ ചില സവിശേഷതകളുടെ പ്രത്യേകതകൾ കൊണ്ടാണ് അവരിങ്ങനെയായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ സംഗ്രഹിക്കാൻ കഴിയും, ഒരു വ്യക്തി ലെസ്ബിയനോ അല്ലെങ്കിൽ ഗേയോ ആകുന്നതിനുള്ള കാരണം ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒതുങ്ങുന്നതല്ല, മറിച്ച് പല ജൈവശാസ്ത്രപരമായ ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്നതിൻ്റെ അനന്തരഫലമാണ്. ഇത് സാധാരണവും സ്വാഭാവികവുമായിട്ടുള്ളൊരു മാനുഷികാവസ്ഥയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ മാത്രമേ ഇത് നോർമലൈസ് ചെയ്യപ്പെടേണ്ടതാണോ അല്ലയോ എന്ന് കൃത്യമായി അവർക്ക് അഭിപ്രായം പറയുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തിടത്തോളം ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ 4 വോട്ടിന് വേണ്ടി ഒരുപക്ഷെ ഇത്തരം തട്ടിപ്പുകളും തരികിടകളും ഒക്കെ നടത്തി നമുക്ക് മുൻപോട്ട് പോകാം. പക്ഷേ ഇവിടെ ലക്ഷ്മിക്ക് പിഴച്ചത് ലാലേട്ടൻ്റെ തുടരെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ആയിപ്പോയി എന്നുള്ളിടത്താണ്. അവരെ നോർമലൈസ് ചെയ്യാൻ പാടില്ല, ആ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ അവരെ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കൊന്നുകളയണമോ, അതോ അവരെ ഒഴിവാക്കി അവർക്ക് മാത്രമായി ഒരു ഭൂപ്രദേശം ഒരുക്കി അവിടെ അവരെ പാർപ്പിക്കണോ? മസ്താനിയുടെ അഭിപ്രായം അതാണ്. അങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അയാളെ ചേർത്ത് പിടിക്കില്ല, പകരം അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കും. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ ലക്ഷ്മി പറയുന്നത് ചേർത്ത് പിടിക്കുമെന്നാണ്. അവിടെ രണ്ടുപേർക്കും 2 അഭിപ്രായമാണ്. ഈ 2 അഭിപ്രായങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഇതൊരു ഗുരുതര പ്രശ്നം തന്നെയാണ്. ഈ പ്രശ്നത്തിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ പ്രശ്നത്തെ നോർമലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയല്ലേ? അതുകൊണ്ട് തന്നെയാണ് രാജ്യങ്ങൾ ഇവർക്ക് അനുകൂലമായി നിയമങ്ങൾ പാസ്സാക്കുന്നതും കോടതികൾ അവർക്ക് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് വിധി പറയുന്നതും നിയമനിർമ്മാണങ്ങൾ അവർക്ക് അനുകൂലമായി കൊണ്ടുവരുന്നതുമൊക്കെ. ഇല്ലായെങ്കിൽ ഇവരെ എതിർക്കുന്നവർ കൃത്യമായിട്ട് ഇതിനെ പരിഹരിക്കുവാനുള്ളൊരു പോംവഴി കണ്ടെത്തണം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കൂലങ്കുഷമായ ചർച്ചകൾക്ക് വിധേയരാക്കപ്പെടുമ്പോൾ ലക്ഷ്മി മിണ്ടാതെ നിൽക്കുന്നത് പോലെ പലരും മിണ്ടാതെ നിൽക്കുകയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ മൗനം പാലിക്കുന്ന വ്യക്തികളുടെ പ്രധാനപ്പെട്ട മറുപടി ഇതാണ്: മാനസിക രോഗമാണിത്, അല്ലാതെ ഇതൊരു ശാരീരിക പ്രശ്നമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാനസിക പ്രശ്നമാണെങ്കിൽ അതിന് ചികിത്സ കൊടുക്കണം. പക്ഷേ ഈ പ്രശ്നത്തിനൊരു ചികിത്സയും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ എത്ര ആൾക്കാർക്കറിയാം? നിങ്ങളുടെ മകനോ മകൾക്കോ ഇത്തരത്തിലൊരു വ്യത്യസ്ത അവസ്ഥ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനസികമായി തകരും. തുടർന്ന് നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ മുൻപിൽ ആ കുട്ടിയെ കൊണ്ടുവന്നെത്തിക്കും. കൗൺസിലിംഗ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചികിത്സ നൽകി ഈ അവസ്ഥയിൽ നിന്നും ആ കുട്ടിയെ പിന്തിരിപ്പിക്കുവാൻ മാതാപിതാക്കളായ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കും. പക്ഷേ ലെസ്ബിയൻ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഗേ ആയിരിക്കുന്ന ബൈസെക്ഷൽ ആയിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സാധാരണക്കാരെ പോലെയുള്ള ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ള രീതിയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ഉപദേശങ്ങളും കൊടുക്കാൻ പാടില്ല. അവരെ അവർ കണ്ടെത്തിയിരിക്കുന്ന ജീവിത രീതിയിൽ തന്നെ തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ് ശാസ്ത്രലോകവും മെഡിക്കൽ സയൻസും നിയമവും അനുശാസിക്കുന്നത്. അതിനു വിപരീതമായി സമൂഹത്തിൻ്റെ ഘടനയെയും മാതാപിതാക്കളുടെ വേദനയെയും മതത്തിൻ്റെ നിയമങ്ങളെയും ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റോ അവരെ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുവാനും അവരെ അകത്താക്കുവാനും ഈ കാലത്ത് നിയമമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്തരം ആൾക്കാരെ ഏതെങ്കിലും ഒരു ഡോക്ടർ ചികിത്സിച്ചോ ഉപദേശിച്ചോ സാധാരണക്കാരനാക്കി കൊടുക്കാം എന്ന് പ്രോമിസ് ചെയ്താൽ അവർ കുറ്റവാളികളായി മാറും.
അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അങ്ങനെ ചികിത്സയ്ക്ക് പോകുന്ന വ്യക്തി ഇതിനെതിരെ പരാതിപ്പെട്ടാൽ ഉടനടി തന്നെ ഡോക്ടർ അകത്തായി പോകും. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇതേക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് പ്രാഥമികമായ ഒരു ധാരണയെങ്കിലും നേടിയെടുത്തിട്ട് വേണം ഇത്തരത്തിലുള്ള ഒരു നാഷണൽ TV ചാനലിൽ കൂടി സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് നിലപാടുകൾ പ്രസിദ്ധപ്പെടുത്തുവാനും കമൻറ്റുകൾ പറയാനും. അതുകൊണ്ട് മാറ്റമുണ്ടാകേണ്ടത് ആദിലയ്ക്കും നൂറയ്ക്കുമല്ല. ഇതൊരു പ്രത്യേക അവസ്ഥയാണ്. അതിനെ ഉൾക്കൊള്ളുവാൻ ഈ പരിഷ്കൃത സമൂഹം തയ്യാറാവുക എന്നുള്ളത് മാത്രമേ ഇതിന് മറുപടിയായിട്ട് പറയുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത് നോർമലൈസ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. അവിടെയാണ് ലക്ഷ്മിക്ക് ഉത്തരം മുട്ടിയത്. നോർമലൈസ് ചെയ്യില്ല എങ്കിൽ പകരം എന്താണ് നിങ്ങളുടെ സൊല്യൂഷൻ? ഒരു സൊല്യൂഷനുമില്ല. അവിടെ തീർന്നില്ലേ എല്ലാം? അപ്പോൾ നിലപാടാണ്. നിലപാടിനു വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ ഉറച്ചു നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ആരൊക്കെയോ ഓതിക്കൊടുത്ത ചില കാര്യങ്ങൾ അത് പറഞ്ഞു പഠിപ്പിച്ചു വിട്ടതാണ്. അത് കൃത്യമായിട്ട് അവിടെ ഛർദ്ദിച്ചു വെച്ചു. എന്നാൽ കൗണ്ടർ അറ്റാക്കുകൾ വരുമ്പോൾ അതിനെ ഫലപ്രദമായി എങ്ങനെ പ്രതിരോധിക്കണം അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഹോംവർക്ക് നടത്തിയിട്ടല്ല പോയത്. ഇതെല്ലാം പഠിപ്പിച്ചു വിട്ടയാൾ ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിച്ചു കാണില്ല. അതുകൊണ്ട് തന്നെ അതിനെ മറുപടി പറഞ്ഞ് ചെറുത്തു നിൽക്കുവാൻ വേണ്ടി പഠിപ്പിച്ചുമില്ല. അതെങ്ങനെ പഠിപ്പിക്കുവാൻ കഴിയും? അങ്ങനൊരു മറുപടി ഇല്ല. അതാണ് പ്രശ്നം. എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.